ദൈവകൃപ ലഭിച്ചവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി. അങ്ങ് ആരാണ്? എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം? ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന 3 പ്രധാന ദൂതരിൽ ഒരുവനായ ഗബ്രിയേലാണ്. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് നീ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആയതിനാൽ പരിശുദ്ധൻ ദൈവപുത്രൻ എന്നവൻ വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നു. വന്യ എന്ന് പറഞ്ഞിരുന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയവുമായുള്ള വിവാഹത്തിന് ഇനി ഏതാനും നാളുകളെ ബാക്കിയുള്ളൂ. അവൾ പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയായിരിക്കുന്നു എന്നാണ്. എൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരിക്കുന്നു. സഹവസിക്കുന്നതിന് മുൻപേ ഗർഭിണിയായ അവളെ എങ്ങനെയാണ് ഭാര്യയായി സ്വീകരിക്കുക? നാട്ടുകാർ ഈ വിവരം അറിഞ്ഞാൽ അവർ അവളെ കല്ലെറിഞ്ഞു കൊല്ലും. ഒരു ഉപായം ചെയ്യാം. രഹസ്യത്തിൽ അവളെ ഉപേക്ഷിച്ച് കടന്നു കളയാം. ഉറക്കം വരുന്നു. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന പേരിടണം. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൂതൻ പറഞ്ഞതുപോലെ മറിയത്തെ ഭാര്യയായി സ്വീകരിച്ച് അവളെയും അവളുടെ കുഞ്ഞിനെയും സംരക്ഷിക്കണം. ഇളയമ്മേ, അഭിവാദനങ്ങൾ. മറിയം, സ്ത്രീകളിൽ നീ അനുഗ്രഹീത, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? നിന്റെ സ്വരം എൻ്റെ കാതുകളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്തത് നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. എന്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇളയമയ്ക്ക് കുറച്ചു കാലം ശുശ്രൂഷ ചെയ്യുവാനാണ് ഞാൻ തിടുക്കപ്പെട്ട് ഇവിടേക്ക് വന്നത്. ഇളയമ്മയ്ക്ക് സന്തോഷമായി മകളെ. പ്രായം കവിഞ്ഞ എനിക്ക് ഈ അവസ്ഥയിൽ നിന്റെ സാന്നിധ്യം ഒരനുഗ്രഹമായിരിക്കും. നിന്റെ മാതാവിനും പിതാവിനും ക്ഷേമം തന്നെയെന്ന് കരുതുന്നു. നീ വളരെ ക്ഷീണിതയായിരിക്കുന്നു. വരൂ മകളെ, ഭക്ഷണം കഴിച്ച് അല്പനേരം വിശ്രമിക്കാം.
മറിയം, അഗസ്റ്റ്യസ് സീസറുടെ പുതിയ കൽപ്പന വന്നിരിക്കുന്നു. ലോകമാസകലമുള്ള ജനങ്ങൾ അവരവരുടെ പട്ടണങ്ങളിൽ പോയി പേര് ചേർക്കണമെന്നാണ് ആ കൽപ്പന. ഞാൻ ദാവീദിന്റെ വംശത്തിലും ഗോത്രത്തിലും പെട്ടവനാകയാൽ നാം ഒന്നിച്ചുപോയി ദാവീദിന്റെ പട്ടണമായ യൂദായിലെ ബെത്ലഹേമിൽ ചെന്ന് പേരുകൾ ചേർക്കേണ്ടി വരും. എന്റെ പ്രസവ സമയം അടുത്തല്ലോ ജോസഫ്. ഇത്രയും ദൂരം യാത്ര ചെയ്തത് വിഷമകരമായിരിക്കും. രാജകൽപ്പനയാണ് മറിയം, നിരസിക്കാൻ വയ്യ. ശരിയാണ് ജോസഫ്. ഞാൻ യാത്രയ്ക്കുള്ള സാധനങ്ങൾ ഒരുക്കട്ടെ. നമുക്ക് ഇന്ന് തന്നെ പുറപ്പെടാം. മറിയം, നാം ഈ ബെത്ലഹേമിലുള്ള പല ഭവനങ്ങളിലും സത്രങ്ങളിലും അഭയം ചോദിച്ചെങ്കിലും എവിടെയും നമുക്കിടം ലഭിച്ചില്ല. നാം ഇനി എന്ത് ചെയ്യും? വിഷമിക്കേണ്ട ജോസഫ്. ദാ ആ കാണുന്ന സത്രത്തിൽ കൂടി ഒന്ന് ചോദിക്കാം. ഇനി മുൻപോട്ട് പോവുക സാധ്യമാണെന്ന് തോന്നുന്നില്ല. എൻ്റെ പ്രസവ സമയം അടുത്തെന്ന് തോന്നുന്നു. ഇവിടെയും കൂടി ചോദിക്കാം. എന്തു വേണം? താമസിക്കാൻ ഇടമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ക്ഷമിക്കണം, ഇവിടെ ആകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയമായിരിക്കുന്നു. നിറഗർഭിണിയായ താങ്കളുടെ ഭാര്യയ്ക്ക് വിശ്രമിക്കാൻ ഒരിടം നൽകാൻ സാധിക്കാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. നിനക്കറിവുള്ളതാണല്ലോ ഈ ദിവസങ്ങളിൽ ബെത്ലഹേമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ജനക്കൂട്ടത്തെക്കുറിച്ച്. നിങ്ങളെ സഹായിക്കാൻ ദൈവം ആരെങ്കിലും അയക്കാതിരിക്കില്ല. നിരാശപ്പെടരുത്, മറ്റെവിടെയെങ്കിലും അന്വേഷിക്കൂ. ഇവരെ ഇപ്പം പാതിരാത്രിയിൽ പറഞ്ഞു വിട്ടാൽ ശരിയാവില്ല. അവർക്ക് ഞാൻ ആ കാലിത്തൊഴുത്തെങ്കിലും കൊടുത്തോട്ടെ. കുലീനത്വമുള്ള അവർ ആ കാലിത്തൊഴുത്തിൽ പാർക്കാൻ തയ്യാറാകുമോ? എന്തോ എനിക്ക് തോന്നുന്നില്ല. നീ ചോദിച്ചു നോക്കൂ, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. ഹേയ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ഗലീലയിലെ നസ്രത്തിൽ നിന്നും വരുന്നവരാണ്. ഇവൾക്കിത് സമയമായല്ലോ. സത്രം അന്വേഷിച്ച് നിങ്ങൾ ഇനിയും ഈ പാതിരാത്രി അണിയുന്നത് ആപത്തായിരിക്കും. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ഇന്ന് ഞങ്ങൾക്ക് ഈ നാട്ടിൽ ബന്ധുക്കളോ പരിചയക്കാരോ ഇല്ല. വിഷമിക്കേണ്ട യുവാവേ, ഞാൻ നിങ്ങളെ സഹായിക്കാം. എനിക്കെന്തോ നിങ്ങളെ കണ്ടതു മുതൽ മനസ്സിൻ്റെ ഭാരമെല്ലാം ഒഴിഞ്ഞു പോയതുപോലെ. സോദരി, താങ്കളെ ദൈവം അനുഗ്രഹിക്കും. ഈ അവസ്ഥയിൽ ഞങ്ങളെ സഹായിക്കാമെന്ന് താങ്കൾ പറഞ്ഞത് തന്നെ വലിയ കാര്യം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇവിടുത്തെ കാലിത്തൊഴുത്ത് ഞാൻ വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. അവിടെ ഞാൻ നിങ്ങൾക്ക് പാർക്കാനായി ഒരുക്കി തന്നാൽ സ്വീകാര്യമാകുമോ? തീർച്ചയായും സ്വീകാര്യമാണ്. ഈ കൊടുന്തണുപ്പിൽ ഇനിയും അലയാൻ വയ്യ. എങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വരൂ. മറിയം, വരൂ, നമുക്ക് ആ കാലിത്തൊഴുത്തിലേക്ക് പോകാം. ശരി ജോസഫ്, നമുക്ക് വേഗം പോകാം. എനിക്ക് വേദന ആരംഭിച്ചിരിക്കുന്നു.